അതായത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ CPM കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള പ്രചാരണ തന്ത്രത്തിലെ ജീർണത, അല്ലെങ്കിൽ നല്ല നാടൻ ഭാഷ പറഞ്ഞാൽ അളിഞ്ഞ വശമാണ് നമ്മൾ ഇതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണുകേസും ലൈംഗിക അപവാദങ്ങളും ഒക്കെ പറഞ്ഞ് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചിടുന്നത് അവരുടെ എന്നത്തെയും ഒരു തന്ത്രമാണ്. അതൊരു പുതിയ കാര്യമല്ല. കേരളത്തിന്റെ പഴയ ചരിത്രം മുതൽ നോക്കിയാൽ നമുക്കതിന്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാനുള്ള ധൈര്യമില്ല. ആ ധൈര്യമില്ലായ്മയ്ക്ക് കാരണം അത്തരത്തിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വലിയ തോതിൽ കടം പെരുകിയതും കോടാനുകോടികളുടെ ദൂർത്തു നടന്നതും ഒക്കെ അല്ലാതെ ഇവിടെ വികസന രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം അതിദാരിദ്ര്യത്തിലുണ്ടായിരുന്നവരെ ഞങ്ങൾ കരകയറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങള് വിശ്വസിച്ചിട്ട് പോലുമില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് അവര് വീണ്ടും ആശ്രയിക്കുന്നത് പഴയ തന്ത്രത്തിലാണ്. പെണ്ണുകേസുകൾ കൊണ്ടുവരിക. ഇത് നമ്മുടെ സന്ദേശം എന്ന് പറയുന്ന സിനിമയില് വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്. അതായത് എതിർ പാർട്ടികള് കൊള്ളാവുന്ന ചെറുപ്പക്കാരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അവന്മാരെയൊക്കെ ഒരു പെണ്ണുകേസിൽ പെടുത്തിക്കണമെന്ന് രാഷ്ട്രീയ ആചാര്യൻ ഉപദേശിക്കുന്ന ഒരു രംഗം. അത് എത്രയോ കാലമായിട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും നടത്തുന്നതാണ്. ഇനിയും അതുതന്നെയായിരിക്കും അവരുടെ ശൈലിയെന്ന് ഇന്നലെ നമ്മൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പൊന്തി വന്ന പുതിയ ശബ്ദരേഖയും തെളിയിക്കുന്നു.